അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സെയിൽ ആയിട്ടുള്ള ബിഗ് ബില്യൺ ഡേയ്സ് ഈ വരുന്ന സെപ്റ്റംബർ 23 നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെ പറ്റിക്കപ്പെടാതെ സോപ്പ് പൊട്ടിയും ഇഷ്ടിയും ഒന്നും കിട്ടാതെ ഏറ്റവും മാക്സിമം വിലക്കുറവിൽ സാധനം വാങ്ങാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ടൈമും കാര്യങ്ങളൊന്നും വേസ്റ്റ് ചെയ്യില്ല. സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യു ആർ വാച്ചിങ് ഡയറക്ട് ടെക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന് സാധനങ്ങൾ മാക്സിമം ഡെബിറ്റ് അല്ലെ ക്രെഡിറ്റ് കാർഡിൽ വാങ്ങാൻ നോക്കുക. ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവിടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ എവിടുന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. എക്സ്ട്രാ 10% ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് നല്ലൊരു ഓഫർ, നല്ലൊരു വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ EMI വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ പുതിയ സാധനമായിട്ടുള്ള ഫ്ലിപ്കാർട്ട് EMI കാർഡോ അങ്ങനത്തെ ഒരു സാധനം ഫ്ലിപ്കാർട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വാങ്ങാൻ നോക്കുക. 400-500 എങ്ങാണ്ട് ഉള്ളൂ എന്ന് തോന്നുന്നു ആ സാധനത്തിന്. അപ്പോൾ അതിൽ വാങ്ങാൻ നോക്കുക. ഓർക്കുക, EMI എടുക്കുമ്പോൾ നോ കോസ്റ്റ് മാത്രം എടുക്കുക. നോ കോസ്റ്റ് EMI കുറിച്ച് ഞാനൊരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാൻ കേട്ടോ. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോ എടുത്തില്ല. അതെന്തായാലും നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പം നോ കോസ്റ്റ് EMI വാങ്ങാൻ നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ള EMI ഒന്നും പോയി വാങ്ങിച്ച് പെട്ടുപോയില്ലേ. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മുടെ ഫ്ലിപ്കാർട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മെമ്പേഴ്സ് അല്ലെങ്കിൽ VIP മെമ്പേഴ്സ് അതൊന്ന് ജസ്റ്റ് എടുത്തു വെച്ചിരിക്കുക. ഐ തിങ്ക് 900 രൂപ കണ്ടാണ് ഒരു വർഷത്തേക്ക്, 1000 രൂപ കണ്ടാണ്. പക്ഷെ അത് ബെനിഫിറ്റ്സ് ആണ് എക്സ്ട്രാ. അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. ബ്ലാക്ക് മെമ്പർ ആണ് നമ്മളെങ്കിൽ നമുക്ക് എക്സ്ട്രാ 15% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഡീലാന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് പ്രീമിയം ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് മെമ്പേഴ്സിന് മാത്രമായിട്ട് എക്സ്ട്രാ എമൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും നമ്മൾ 1000 രൂപ മുടക്കുന്നതല്ലേ. ഇപ്പൊ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിന്റെ ഒന്നും ഇതുവരെ റിവീൽ ആയിട്ടില്ല. അത് വരുമെന്നാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു നല്ല കാര്യമാണ്. കാരണം 1000 രൂപയ്ക്കുള്ള സാധനം അതിനകത്തുണ്ട്. എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊണ്ട് നമുക്ക് യൂട്യൂബ് പ്രീമിയം കിട്ടും. അതുപോലെ തന്നെ 15% ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ അതെന്തായാലും നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 0 അവർ ആണ്. അപ്പൊ എന്താണ് 0 അവർ എന്ന് ചോദിച്ചാൽ രാത്രി 12 മണിയാണെന്ന് തോന്നുന്നു 0 അവർ എന്ന് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ എന്റെ വീഡിയോസ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റ് ആണ് 0 അവർ യൂസ് ചെയ്യുക അങ്ങനെ. അപ്പൊ രാത്രി 12 മണി യൂസ് ചെയ്യുക. കാരണം ചുട്ടപ്പം പോലെ വിറ്റ് പോകുന്നതാണ്. iPhone 16 ഒക്കെ 50,000 രൂപയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ചുട്ടപ്പം പോലെ വിറ്റ് പോകും. അപ്പൊ മാക്സിമം 12 മണിക്ക് സാധനം ഉള്ളപ്പോൾ തന്നെ അങ്ങോട്ട് വാങ്ങാൻ നോക്കുക. അതാണ് 0 അവർ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇച്ചിരി കാര്യങ്ങളായിട്ട് പറയാം. അപ്പൊ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനം എന്താ നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. ചുമ്മാ കയറി നോക്കി ഒരു പ്രൊഡക്റ്റ് കണ്ട് വേറെ പ്രൊഡക്റ്റ് നോക്കി അത് റിവ്യൂ നോക്കിയപ്പോൾ നല്ലതാന്ന് തോന്നി നേരെ പോയി വാങ്ങാം. അങ്ങനെ ചെയ്യില്ലേ. നിങ്ങൾ ഏതാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് അങ്ങ് ഫിക്സ് ചെയ്യുക. യൂട്യൂബിൽ റിവ്യൂ നോക്കി, ഫ്ലിപ്കാർട്ടിൽ റിവ്യൂ നോക്കിയൊക്കെ സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ സെയിൽ ടൈമിൽ യവന്മാർക്ക് ഒരു പണിയുണ്ട്. ഈ പ്രൈസ് അങ്ങോട്ട് MRP എമൗണ്ട് കാണിച്ചിട്ട് അതിൽ നിന്ന് ഇത്ര ഡിസ്കൗണ്ട് ഇത്രയും വെട്ടിയിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആയിട്ട് ഇടും. നമ്മൾ നോക്കുമ്പോൾ ആഹാ ഇത്ര ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങും. അങ്ങനത്തെ ചതിൽ എന്ന് ചാടാതിരിക്കുക. ഇനി നിങ്ങൾക്ക് മാനുവലി ട്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റിന്റെ കറന്റ് പ്രൈസും എത്ര വിലക്കുറവ് അവസാനം കിട്ടിയിട്ടുണ്ടെന്നും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഷവോമി, സാംസങ് എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെയിലും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓതറൈസ്ഡ് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടുന്നത് മിക്കവാറും നിങ്ങൾ iPhone ഓർഡർ ചെയ്താൽ വരുന്നത് നിങ്ങൾക്ക് സോപ്പ് പൊട്ടിയൊക്കെ ആയിരിക്കും. അപ്പം ഓതറൈസ്ഡ് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രം ഓർഡർ ചെയ്യുക. അതായിരിക്കാന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗൂഗിളിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓതറൈസ്ഡ് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് നിങ്ങൾ ജസ്റ്റ് കാർട്ടിലോട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് ആഡ് ചെയ്തിടുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ചുട്ടപ്പം പോലെ സാധനം വിറ്റും. അപ്പൊ സെയിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ സാധനം അങ്ങോട്ട് വാങ്ങിക്കുക. കാരണം ആദ്യം വരുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അതങ്ങോട്ട് സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോക്കിന് ഇപ്പം 51,000 രൂപയ്ക്ക് iPhone 16 ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത സ്റ്റോക്ക് ഇറങ്ങുമ്പോൾ അവന്മാർ നൈസായിട്ട് 51,000 രൂപയുടെ ഫോൺ നേരെ എടുത്ത് 53,000 രൂപയ്ക്കും. ആ സ്റ്റോക്ക് കഴിഞ്ഞ് അടുത്ത സ്റ്റോക്ക് വരുമ്പോഴേക്കും നേരെ 55,000 രൂപ. അങ്ങനെ പതുക്കെ അവരങ്ങ് വില അങ്ങോട്ട് കൂട്ടും. നിങ്ങൾ ആദ്യമേ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഒരു 15,000 രൂപയൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഇപ്പൊ തന്നെ കാർട്ടിലോട്ട് ആഡ് ചെയ്തിടുക. സാധനം വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, നേരെ പോവുക, സാധനം വാങ്ങുക, പണി തീർക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡെലിവറി ടൈമിൽ നമ്മളെ ആള് വിളിക്കുമല്ലോ, ആ ആള് വരുന്ന നിന്ന് നമുക്ക് സാധനം പൊട്ടിച്ച് കൈ കിട്ടി ഓൺ ആവുന്ന വരെയുള്ള ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ നിങ്ങൾ എടുത്തു വെക്കുക. അതായത് അവർ കയ്യിലോട്ട് നമ്മുടെ കയ്യിലോട്ട് സാധനം തരിക, അൺബോക്സ് ചെയ്യുക, ഫോണിന്റെ പെട്ടി അൺബോക്സ് ചെയ്യുക, പ്രൊഡക്റ്റ് എടുക്കുക. ഫോൺ ആണെങ്കിൽ ഫോണിൽ ടാബാണെങ്കിൽ ടാബ്, ലാപ്പാണെങ്കിൽ ലാപ്പ്, എന്താന്ന് വെച്ചാൽ അങ്ങനെ അത് ജസ്റ്റ് ഓൺ ആയി കിട്ടുന്നവരെ അതിന് കുഴപ്പമൊന്നുമില്ല എന്നറിയാനായിട്ട് ജസ്റ്റ് ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ ഇടയ്ക്ക് നിർത്താതെ മാക്സിമം സിംഗിൾ ഷോട്ട് തന്നെ എടുത്തു വെക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്സ് ആണ്. ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, 30,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ
ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ ഒരു ഇതിന് താഴെ കമന്റ് ഇട്ടാൽ ഞാൻ ഒരു കണ്ടന്റ് ചെയ്യാം. 15,000 രൂപയ്ക്ക് താഴെയുള്ള നല്ല ഫോണുകൾ, 20,000 രൂപയ്ക്ക് താഴെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഫോണുകൾ, അങ്ങനെ നല്ലൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി, ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റൂട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.